വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഏതൊരാളെയും അലട്ടുന്ന പ്രധാന ആശങ്കയാണ് തൊഴിൽ സുരക്ഷിതത്വം. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ജോലി ഇല്ലാതായാൽ സാമ്പത്തികമായി തളർന്നു പോകുന്ന പ്രവാസികൾക്ക് ഒരു കൈത്താങ്ങാവുകയാണ് UAE സർക്കാരിന്റെ പുതിയ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതി. തുച്ഛമായ തുക പ്രീമിയമായി അടച്ചുകൊണ്ട് ഭാവിയിലെ അപ്രതീക്ഷിത തിരിച്ചടികളെ നേരിടാൻ ഓരോ ജീവനക്കാരനെയും പ്രാപ്തനാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പലപ്പോഴും അറിയില്ലായ്മ കാരണം ഈ സുരക്ഷാ കവചം ഉപയോഗപ്പെടുത്താൻ പലരും മറന്നു പോകാറുണ്ട്. പ്രവാസ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഈ ഇൻഷുറൻസിന്റെ ഗുണഫലങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ഓരോ പ്രവാസിക്കും ഗുണകരമാകും. ഒരുപാട് സ്വപ്നങ്ങളുമായി UAEയിലേക്ക് വിമാനം കയറുന്നവരാണ് മിക്ക പ്രവാസികളും. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? പ്രവാസികളുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് UAE സർക്കാർ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചത്. ഇതിനായി മാസം വെറും 5 ദിർഹം അടച്ചാൽ മാത്രം മതിയാകും. പിന്നീട് ജോലി നഷ്ടപ്പെട്ടാൽ മാസം 10,000 ദിർഹം വരെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. എന്നാൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് മിക്ക പ്രവാസികൾക്കും അറിയില്ല. ഇതിൽ 2 ഗ്രൂപ്പുകാരാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ബേസിക് സാലറി 10,000 ദിർഹത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ 5 ദിർഹമാണ് അടയ്ക്കേണ്ടത്. മറ്റൊന്ന്, ബേസിക് സാലറി 10,000 ദിർഹത്തിന് മുകളിലാണെങ്കിൽ മാസം 10 ദിർഹം വെച്ച് അടയ്ക്കണം. ഇതിൽ 5 ദിർഹത്തിന്റെ കാറ്റഗറിയിലുള്ളവർക്ക് ജോലി പോയാൽ മാസം പരമാവധി 10,000 ദിർഹം വെച്ച് 3 മാസത്തേക്ക് ലഭിക്കും. വലിയ ശമ്പളക്കാർക്ക് മാസം 20,000 ദിർഹം വരെ കിട്ടും. അതേസമയം ഇതിൽ ചില നിബന്ധനകൾ കൂടെയുണ്ട്. നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് കുറഞ്ഞത് 1 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. അതായത് 12 മാസത്തെ പ്രീമിയം കൃത്യമായി അടച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. അതിനാൽ മിക്ക പ്രവാസികളും ചെയ്തു വരുന്നത് ജോലിയിൽ പ്രവേശിച്ച സമയത്ത് തന്നെ ഇൻഷുറൻസ് എടുക്കുക എന്നതാണ്. കാരണം എന്തായാലും ഒരു കമ്പനിയും നിങ്ങളെ ജോലിക്കെടുത്ത് 1 വർഷം തികയുന്നതിന് മുമ്പേ പറഞ്ഞു വിടാൻ സാധ്യത കുറവാണ്. അതിനാൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു വലിയ സഹായം തന്നെയാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്വയം ജോലി രാജിവെച്ചു പോയാൽ ഈ പണം കിട്ടില്ല എന്നതാണ്. അതേസമയം കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും മോഷണമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കി പിരിച്ചുവിടപ്പെട്ടതാണെങ്കിൽ ഈ തുക കിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ജോലി പോയി കൃത്യം 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇതിനായി അപേക്ഷിക്കണം. 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ പണം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങളുടെ ജോലി പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല. തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഉടൻ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന ഭയത്തിന് ഈ പദ്ധതി വലിയൊരു ആശ്വാസമാണ്. മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഈ സേവനം പ്രവാസികളുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൃത്യസമയത്ത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ജോലി മാറുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ പുതിയ വിസ എടുക്കുമ്പോഴോ ഇൻഷുറൻസ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. നിബന്ധനകൾ പാലിച്ചു മുന്നോട്ട് പോയാൽ തൊഴിൽ രംഗത്തെ ഏത് വെല്ലുവിളിയെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ പ്രവാസികൾക്ക് സാധിക്കും. കരുതലോടുകൂടിയുള്ള ഇത്തരം ചെറിയ നീക്കങ്ങളാണ് വിദേശത്തെ നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുന്നത്.